കൃഷ്ണൻ തിരികെ എത്തിയപ്പോഴും ഹരി അഭിമന്യുമായി എന്തൊക്കെ സംസാരിക്കുകയായിരുന്നു. അവളെ കണ്ടതും ഇരുവരും പെട്ടെന്ന് സംസാരം നിർത്തി. കൃഷ്ണ കപ്പുകളിലേക്ക് ചായ പകർന്ന് ഇരുവർക്കും നൽകി. പതിയെ ചായ കുടിച്ചുകൊണ്ട് ഹരി കൃഷ്ണയെ നോക്കി. അവൾ മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയിരിപ്പാണ്. അവൻ ചെറിയൊരു ചിരിയോടെ അഭിയെ നോക്കി. അവൻ്റെ മുഖത്തും ചിരി വിടർന്നു. അവൾ തല ഉയർത്തി നോക്കുമ്പോഴേക്കും അതിവിദഗ്ധമായി ഇരുവരും ചിരി ഒളിപ്പിച്ചു. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ, ഡ്യൂട്ടി ഉണ്ട്. ഹരി ചായ കുടിച്ചതിനു ശേഷം കപ്പ് മേശന്മേൽ വെച്ചു. ശരി, കാണാം. അഭിമന്യു എഴുന്നേറ്റ് വന്നു. പരസ്പരം ഷേക്കാൻഡ് നൽകി കൃഷ്ണയോടും യാത്ര പറഞ്ഞ് അവർ പിരിഞ്ഞു. അഭി വീണ്ടും ബെഡിൽ വന്നിരുന്നു. ചായ കുടിക്കാൻ തുടങ്ങി. അഭിയേട്ടാ. എന്താ, അഭിയേട്ടനാണോ അയാളെ? ആരെ? ഒന്നും അറിയാത്തതുപോലെ അവൻ ചോദിച്ചു. ശ്രീജിത്ത് അയാളെ കൊന്നത്. നീയും പത്രം വായിച്ചതല്ലേ? ഫുഡ് പോയ്സൺ ആണ് കാരണം. അവൻ നിസ്സാരമായി മറുപടി നൽകിക്കൊണ്ട് വീണ്ടും ചായ കുടിക്കാൻ തുടങ്ങി. കൃഷ്ണ അവൻ്റെ കയ്യിൽ നിന്നും ചായക്കപ്പ് വാങ്ങി മാറ്റി വെച്ചുകൊണ്ട് അടുത്തേക്കിരുന്നു. അല്ല, അഭിയേട്ടൻ ഇന്നലെ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എനിക്കറിയാം. ഇന്നലെ രാത്രി അഭിയേട്ടൻ അവിടെ ചെന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ സംശയത്തിൻ്റെ തിരയിളക്കം അഭി ശ്രദ്ധിച്ചു. ചെന്നിരുന്നു. അവൻ പതിയെ ബെഡിൽ നിന്നിറങ്ങി ജനലിനരികിലേക്ക് നടന്നു. അവനെ ഇല്ലാതാക്കാൻ തന്നെയായിരുന്നു ഉദ്ദേശം. പക്ഷെ ഞാൻ ചെല്ലുമ്പോഴേക്കും ശ്രീജിത്ത് മരിച്ചിരുന്നു. വിശുദ്ധാഹാരം എന്തോ കഴിച്ചിരുന്നിരിക്കണം തലേന്ന്. ഫുഡ് പോയ്സൺ ആണെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തു. അപ്പോൾ അഭിയേട്ടൻ പോയിരുന്നു അല്ലേ അവിടെ? അവൾ സ്വയം പറഞ്ഞു. പോകാതെ പിന്നെ? അന്ന് നിന്റെ മേൽ കൈവച്ചപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാ ഇക്കാര്യം തീർത്തു കളയണമെന്ന്. പക്ഷെ എൻ്റെ കൈകൊണ്ട് മരിക്കാൻ അല്ല അവന് വിധി. അഭി പുറത്തേക്ക് നോക്കി നിന്നു. എന്തായാലും അയാളെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ, അവൻ പറഞ്ഞു. അവളൊന്നും മൂളി. കുറച്ചുനേരം നിശബ്ദമായി നിന്നു. എന്തു പറ്റി? കൃഷ്ണയുടെ മുഖത്തെ മാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഒന്നുമില്ല. പെട്ടെന്നവൾ അഭയെ കെട്ടിപ്പിടിച്ചു. അപ്രതീക്ഷിതമായിരുന്നതിനാൽ ഒന്ന് ഞെട്ടിയെങ്കിലും ഉടനടി അവൻ്റെ മുഖത്തു പുഞ്ചിരി നിറഞ്ഞു. അവൻ്റെ കൈകൾ കൃഷ്ണയുടെ മുടികളെ മാടിയൊതുക്കിക്കൊണ്ടിരുന്നു. വേദനിക്കുന്നുണ്ട് കേട്ടോ. കൈകളുടെ മുറുക്കം കൂടിയതും അഭി പറഞ്ഞു. അപ്പോഴാണ് അവൾ ഓർത്തത്, തൻ്റെ കൈ അഭിയുടെ മുറിവിന്മേലാണ് വന്നത്. പെട്ടെന്ന് തൻ്റെ കൈകൾ മാറ്റി അവൾ പിന്നിലേക്ക് മാറി. അഭിയുടെ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു. വീണ്ടും അവളെ മാറോട് ചേർത്ത് പിടിച്ച് അവൻ അങ്ങനെ തന്നെ നിന്നു. അഭിയേട്ടൻ അയാളുടെ മരണത്തെക്കുറിച്ച് എന്തൊക്കെയോ അറിയാം അല്ലേ? അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തുകൊണ്ട് അവൾ ചോദിച്ചു. അവൻ ഒരു നിമിഷം നിശബ്ദനായി. എന്താ അങ്ങനെ ചോദിച്ചത്? അവൾ അഭിയുടെ മാറി നിന്നും അടർന്നു മാറി. എനിക്കറിയാൻ പറ്റും. അവൻ്റെ നെഞ്ചിലേക്ക് തൻ്റെ കൈകൾ എടുത്തു വെച്ചുകൊണ്ട് കൃഷ്ണ പറഞ്ഞു. പക്ഷെ അതെന്താണെന്ന് എനിക്കറിയണ്ട. അഭിയേട്ടൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. അവൾ ചിരിച്ചു. അഭിയേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ആ അധ്യായം അവസാനിച്ചു എന്നേക്കുമായി. ഇനി കൂടുതൽ ഒന്നും അറിയാനും എനിക്ക് ആഗ്രഹമില്ല, അവൾ കൂട്ടിച്ചേർത്തു. എന്ത് പറയണം എന്നറിയാതെ അഭി അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. അവൾ മെല്ലെ തന്നെ പിടിച്ചിരുന്ന് അവൻ്റെ കൈകളെ എടുത്തു മാറ്റി. കൃഷ്ണയുടെ കവളിൽ ഒന്ന് തട്ടി അവൻ ജനലിലൂടെ പുറത്തേക്ക് തന്നെ നോക്കി നിന്നു. അവളും ചെറുപുഞ്ചിരിയോടുകൂടി അഭിക്ക് വേണ്ടി ഭക്ഷണം എടുത്തു വെക്കാൻ തുടങ്ങി. എന്നാൽ അവൻ്റെ മനസ്സിൽ കൃഷ്ണ പറഞ്ഞ വാചകങ്ങൾ ആയിരുന്നു. താൻ ശ്രീജിത്തിനെ ഇല്ലാതാക്കുമെന്ന് കൃഷ്ണക്ക് 100% ഉറപ്പായിരുന്നു. അത് തന്നെയാണ് തൻ്റെ ഉള്ളിലും ഉറപ്പിച്ചിരുന്നത്. ഒറ്റ ബുള്ളറ്റിൽ തീർക്കണമെന്ന്. പക്ഷെ ആ ദൗത്യം പൂർത്തീകരിക്കാൻ തന്നോടൊപ്പം ഹരിയും യാദൃശ്ചികമായി ചേർന്നു. തലേ ദിവസം നടന്ന സംഭാഷണം അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. കൃഷ്ണ വീട്ടിലേക്ക് തിരിക്കുന്നതിന് മുൻപാണ് കോൺസ്റ്റബിൾ ഒരു പിസ്റ്റളുമായി തൻ്റെ അരികിലേക്ക് വന്നത്. അത് കണ്ടപ്പോൾ മുതലാണ് കൃഷ്ണക്ക് ഭയം തോന്നുന്നതും. അവൾ പോയി കഴിഞ്ഞതിനു ശേഷം ഹരി തനിക്കരികിലെത്തി. അവനും സംശയം ഉണ്ടായിരുന്നിരിക്കണം. ശ്രീജിത്തിന് വേണ്ടിയല്ലേ? അവൻ തുറന്നു ചോദിച്ചു. അതെ. ഫയർ ചെയ്യേണ്ട അഭി, അത് പിന്നീട് ഇഷ്യൂ ആകും, അവൻ പറഞ്ഞു. നോ പ്രോബ്ലം. ജയിൽ ചാടിയ പ്രതിയെ കീഴ്പ്പെടുത്തുന്നതിനിടെ ഫയർ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാം. മേലുദ്യോഗസ്ഥരോട് എക്സ്പ്ലനേഷൻ നൽകണം എന്നേയുള്ളൂ. അത് ഓക്കെ. പക്ഷേ ഇക്കാര്യം അറിയുമ്പോൾ കൃഷ്ണയുടെ മാനസികാവസ്ഥ എന്താകും? അഭി അവൾക്ക് വേണ്ടി ഒരാളെ കൊന്നു എന്നത് കാലം എത്ര കഴിഞ്ഞാലും അവളെ മനസ്സിൽ നിന്നും ആ കാര്യം മാഞ്ഞു പോകില്ല. ഹരി എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണം? വീണ്ടും ജയിലിലേക്കോ? ഇനി അതില്ല. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കരിനീയൽ വീഴ്ത്താൻ ആരെയും ഇനി അനുവദിക്കില്ല, അഭി ശോഭിച്ചു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും വരാതെ അവനെ പറഞ്ഞുവിടാം. ആരും അറിയാതെ, ആരുടെ ഉള്ളിലും ഒരു കരടാകാതെ. വളരെ നിശബ്ദമായി. ഹരിയുടെ വാക്കുകൾ ദൃഢമായി. എങ്ങനെ? അഭിമന്യു പുരികം ഉയർത്തി. ഒരു പോയ്സൺ ഉണ്ട്. വിഷങ്ങളിലെ രാജാവ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടും. അത് ഫുഡിലോ മറ്റോ ചേർത്ത് കൊടുക്കണം അവന്. വിഷം കലർത്തി കൊടുത്താൽ അത് ഇൻറ്റൻഷനലി ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്താൽ, അഭി സംശയിച്ചു. ഒരിക്കലുമില്ല. സയനൈഡ് പോലെയൊക്കെ ശരീരത്തിൽ ചെന്നാൽ അതിൻ്റെ അംശം കണ്ടെത്താൻ കഴിയും. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇതിന് പ്രത്യേകിച്ച് നിറമോ മണമോ ഒന്നും തന്നെയില്ല.
ഉള്ളിൽ ചെന്നൊരാൾ മരണപ്പെട്ടാൽ കൊണ്ടുപിടിക്കാൻ കഴിയില്ല. നിരവധി കുറ്റാന്വേഷകരെ കുഴക്കിയ വില്ലനാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പോയ്സൺ എന്നറിയപ്പെടുന്നത്. ഹരി ശാന്തമായി പറഞ്ഞു. ലൊക്കേഷൻ കണ്ടെത്തിയ സ്ഥിതിക്ക് നമ്മൾ അവിടെ ചെന്ന് ഒരു സീൻ ഉണ്ടാക്കുന്നതിലും നല്ലതാണ് ഇതെന്ന് തോന്നുന്നു. വളരെ സൈലന്റായി അവർ പോലും അറിയാതെ യാത്ര ആകട്ടെ, ഹരി അഭിപ്രായപ്പെട്ടു. ഹരി പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് അബിക്ക് തോന്നി. ഇക്കാര്യത്തിൽ നിയമം കൈയ്യൊഴിക്കുന്നതിൽ നല്ലത് ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കുന്നതാണ്. പ്രത്യേകിച്ച് ഹരി ഡോക്ടർ കൂടി ആയതുകൊണ്ട് അവൻ ഇക്കാര്യത്തിൽ അറിവുണ്ട്. പെർഫെക്റ്റ് ആയൊരു നാച്ചുറൽ ഡെത്ത്, അതിൽ അവസാനിക്കും കാര്യങ്ങൾ. അധികം ആലോചിക്കാതെ തന്നെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളുമായി ഇരുവരും കൈകൊടുത്തു. രാത്രി തന്നെ ശ്രീജിത്തിന്റെ ലൊക്കേഷനിൽ എത്തുകയും വിദഗ്ധമായി അവന്റെ ഭക്ഷണത്തിൽ പോയ്സൺ കലർത്തുകയും ചെയ്തു. അനിരുദ്ധം അബിയുടെ അടുത്ത സുഹൃത്തും അല്ലാതെ മറ്റാരും ആ കാര്യം അറിയുക പോലും ചെയ്തില്ല. കൃത്യം നടന്നതിനു ശേഷം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. അവർ എത്തുമ്പോഴേക്കും ശ്രീജിത്ത് മരിച്ച നിലയിലായിരുന്നു. പോസ്റ്റ്മോർട്ടവും തുടർ നടപടിയുമെല്ലാം മുറയായി നടക്കുകയും ചെയ്തു. വ്യക്തമായ പ്ലാനിങ്ങോടെ വരുത്തി തീർത്ത ഒരു സ്വാഭാവിക മരണം. അബിയേട്ടൻ കഴിക്കുന്നില്ലേ? കൃഷ്ണയുടെ ചോദ്യമാണ് അവന്റെ ഓർമ്മകളെ മുറിച്ചത്. ദേ വരുന്നു. അവൻ ദീർഘമായൊരു ശ്വാസം എടുത്ത് അവൾക്കരികിലേക്കെത്തി. ഭക്ഷണം കഴിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ കൃഷ്ണയിലായിരുന്നു. തന്റെ ഉള്ളിലെന്തെന്ന് നിമിഷനേരം കൊണ്ട് ഊഹിച്ചെടുത്തു കളഞ്ഞു. ഇതിനു മുമ്പും എത്രയോ തവണ താൻ പറയാത്ത കാര്യങ്ങൾ തന്റെ ഹൃദയത്താളം ശ്രവിച്ചുകൊണ്ട് അവൾ മനസ്സിലാക്കിയിരുന്നു. എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യത്തിന് അബിയേട്ടന്റെ ഹൃദയം അല്ല ഞാൻ എന്ന ഒറ്റ വാചകത്തിൽ മറുപടി ഒതുക്കും. അവന്റെ ചുണ്ടിലൊരു മന്ദഹാസം വിരിഞ്ഞു. എന്താ ചിരിക്കുന്നതെന്ന് അവൾ ചോദിച്ചെങ്കിലും ഒന്നുമില്ലെന്ന് പറഞ്ഞവൻ ഭക്ഷണം കഴിക്കുന്നതിലേക്ക് തിരിഞ്ഞു. 2 ആഴ്ചയ്ക്ക് ശേഷം അബി ഡിസ്ചാർജായി വീട്ടിലെത്തി. കുറച്ചു നാൾ കൂടി വിശ്രമത്തിലായിരുന്നു. പതിയെ അവർ പഴയ ജീവിതത്തിലേക്ക് കടന്നു. ശ്രീജിത്തും പ്രശ്നങ്ങളും ഒക്കെ മെല്ലെ മെല്ലെ ഓർമ്മകളിൽ നിന്നും മറഞ്ഞു തുടങ്ങി. ജീവിതം വീണ്ടും സന്തോഷവും സമാധാനവും നിറഞ്ഞതായി തീർന്നു. വീട്ടിൽ ആയിരുന്ന സമയത്ത് അവൻ കൃഷ്ണയോട് തുറന്ന് സംസാരിച്ചു. അന്ന് കാവിൽ വെച്ച് നടന്നത് തന്നെ തന്നെ മീനാക്ഷിക്കും എല്ലാം അറിയാമായിരുന്നു എന്നത്. ഒരു പക്ഷേ തന്നേക്കാൾ ഏറെ ഹരിയെയും കൃഷ്ണയെയും അവരുടെ സൗഹൃദത്തെയും മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് തൻ്റെ മീനു ചേച്ചിയാണെന്നുള്ള തിരിച്ചറിവ് അവൾ നടുക്കം ഉണ്ടാക്കി. അബിയെ പോലെ തന്നെ എല്ലാം അറിഞ്ഞിട്ടും തങ്ങളുടെ പ്രണയത്തെ മുറുകെ പിടിച്ചു. ക്ഷമയോടെ നല്ല പാതിക്കായി കാത്തിരുന്ന 2 പേർ ഒരിക്കൽ പോലും അവരുടെ സ്വാർത്ഥതയെ മുതലെടുത്ത് തൻ്റെയും ഹരിയേട്ടൻ്റെയും സൗഹൃദത്തെ പിരിക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നതും അവൾ വേദന കലർന്ന സന്തോഷത്തോടെ തിരിച്ചറിഞ്ഞു. മനസ്സിൽ നിന്നൊരു ഭാരം ഒഴിഞ്ഞതുപോലെ. എന്നെങ്കിലും ഒരിക്കൽ ഇതൊക്കെ മീനു ചേച്ചി തിരിച്ചറിയേണ്ടി വരുമോ എന്നൊരു ഭീതി ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഭീതി പാടെ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഹരിയും മീനാക്ഷിയും ഇടയ്ക്കിടെ ഇരുവരും കാണാൻ എത്താറുണ്ടായിരുന്നു. ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോൾ അബി കൃഷ്ണയെ കൂട്ടി അവിടേക്ക് ചെല്ലും. അത് വളരെ വലിയൊരു മാറ്റമായാണ് കൃഷ്ണക്ക് തോന്നിയത്. ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നത് ഉറപ്പിച്ച സൗഹൃദം താൻ കരുതിയതിനേക്കാൾ കൂടുതലായി ജീവിതത്തോടടുത്ത് നിൽക്കുന്നു. എല്ലാത്തിനും കാരണം അബിയേട്ടനും മീനു ചേച്ചിയുമാണ്. അവരുടെ ഉള്ളിലെ നന്മയും തിരിച്ചറിവും മാത്രം. 3 മാസങ്ങൾക്ക് ശേഷം ചെമ്പകശ്ശേരി വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറെടുക്കുകയാണ്. ദേവികയുടെ വിവാഹ നിശ്ചയമാണ്. ഏവർക്കും സുപരിചിതനായ ശ്രാവൺ ആണ് വരൻ. ഇരുവരുടെയും അച്ഛന്മാർ തമ്മിലുള്ള വാക്കിന്റെ പുറത്താണെങ്കിൽ പോലും ദേവികയുടെയും ശ്രാവണിന്റെയും പൂർണ്ണ സമ്മതത്തോടെ നിശ്ചയിക്കപ്പെട്ട വിവാഹം കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും എല്ലാവരുടെയും ഉള്ളിൽ സന്തോഷം നിറഞ്ഞു നിന്നു. അധികം ബന്ധുക്കളെയൊന്നും വിളിക്കാതെ തറവാട്ടിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ്. അഭിമന്യുവിനെയും കുടുംബത്തെയും പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നിശ്ചയം കഴിഞ്ഞതിനു ശേഷം അടുത്തുള്ള ദിവസങ്ങളിൽ യാത്രാപ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ മുടങ്ങിപ്പോയ കേദാർനാഥ് യാത്ര ഒരു തടസ്സങ്ങളും ഇല്ലാതെ കൈലാസനാഥനെ കാണാനുള്ള അവസരത്തിനായി എല്ലാവരും പ്രാർത്ഥനയിൽ ആയിരുന്നു. ആദ്യത്തെ തവണ വെറുമൊരു ഉല്ലാസയാത്രയായി കണക്കാക്കിയെങ്കിലും ഇത്തവണ അങ്ങനെയല്ല. പൂർണ്ണമായ അർപ്പണബോധത്തോടെയാണ് 4 പേരും പോകാൻ തീരുമാനിച്ചിരുന്നത്. നാളെയാണ് വിവാഹ നിശ്ചയം. ഇടാനുള്ള ഡ്രസ് അയൺ ചെയ്യുകയായിരുന്നു കൃഷ്ണ. അഭിമന്യു എന്തൊക്കെയോ ഗാഢമായി ചിന്തിച്ചുകൊണ്ട് ബാൽക്കണിയിലായിരുന്നു. ഡ്രസ്സെല്ലാം മടക്കി വെച്ചതിനു ശേഷം അവളും ബാൽക്കണിയിലേക്കെത്തി. താൻ അടുത്തതിനു ശേഷവും അവൻ ഒന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കി നിന്നു. എനിക്ക് നിന്നോടൊപ്പം സംസാരിക്കാനുണ്ട്, അവളോടായി പറഞ്ഞുകൊണ്ട് അബി അകത്തേക്ക് കയറി. കൃഷ്ണയും പിന്നാലെ അകത്തേക്ക് ചെന്നു. എന്താൻ പറയാൻ ഉള്ളതെന്ന് അറിയാൻ അബിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അല്പനേരത്തിനു ശേഷം അവൻ സംസാരിച്ചു തുടങ്ങി. അന്നൊരിക്കൽ നമ്മൾ ചെമ്പകശ്ശേരിയിൽ ചെന്നപ്പോൾ കാവ് കാണാൻ പോയില്ലേ, ഹരിയോട് മീനാക്ഷിയോടൊപ്പം? അന്ന് മീനാക്ഷി എന്നോട് നല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നല്ലോ. അതെല്ലാം നിനക്ക് അറിയാവുന്നതുമാണ്. അവൻ എന്താണ് പറഞ്ഞു വരുന്നത് മനസ്സിലാക്കാതെ കൃഷ്ണയിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഹരിയുടെ കാര്യമാണ്. അബികളുടെ മുഖത്തേക്ക് നോക്കി. അറിയാം അബിയേട്ട, ഇക്കാര്യം ഹരിയേട്ടനും അറിയില്ല, ഇനി അറിയാനും പാടില്ല. അറിഞ്ഞാൽ ഹരിയേട്ടൻ ഒരു പക്ഷെ തകർന്നു പോയേക്കാം. അതല്ലേ? അവൾ പെട്ടെന്ന് ചോദിച്ചു. ഒരിക്കലും അറിയില്ല. എൻ്റെ ഉള്ളിൽ ഉണ്ടായ ഒരു മോഹം കാരണം ഒരിക്കലും ഹരിയേട്ടൻ്റെയും മീനു ചേച്ചിയുടെയും ജീവിതത്തിൽ കല്ലുകടി ഉണ്ടാകില്ല. അവൾ പുഞ്ചിരിച്ചു. ഹരിക്കും അറിയാം, അബി പറഞ്ഞു. എന്താ? അവൾ എടുത്തു ചോദിച്ചു. ഹരിക്കും എല്ലാം അറിയാമെന്ന്. കൃഷ്ണൻ ശബ്ദനായി നിന്നു.
സത്യമെല്ലാം ഹരിയെ അറിയിക്കാൻ മടിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ സമയങ്ങളിൽ മീനാക്ഷി തന്നെ എല്ലാം തുറന്നു പറഞ്ഞു. അവനെപ്പോലെ തന്നെ നീയും ഒരിക്കൽ സ്നേഹിച്ചിരുന്നു എന്തുൾപ്പെടെ നമ്മുടെ വിവാഹം കഴിഞ്ഞത് വരെയുള്ള എല്ലാ ഇൻസിഡൻസും. കൃഷ്ണ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഹരി എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നോട് ഇഷ്ടപ്പെട്ടത്. ഒരു പക്ഷേ മീനാക്ഷിയും ഞാനും നീയും ഒരുപോലെ ഭയപ്പെട്ടിരുന്നത് ഹരിയുടെ കാര്യം ഓർത്താകും. സത്യങ്ങൾ തിരിച്ചറിയാനുള്ള അവൻ്റെ പ്രതികരണം. കാരണം ഹരി നിന്നെ അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. എത്രയോ തവണ നീ തന്നെ പറഞ്ഞിട്ടുണ്ട് നിന്റെ കാര്യത്തിൽ അവൻ കാണുന്ന പൊസസീവ്നെസ്. ഞാനും മീനാക്ഷിയും അത് നേരിട്ടറിഞ്ഞതുമാണ്. നീ അകന്നു പോകുന്നത് പോലും സഹിക്കാൻ പറ്റാത്ത, നിന്നെ മറ്റാരും കൂടുതൽ സ്നേഹിക്കുന്നത് ഇഷ്ടമല്ലാത്ത ഹരി. നിനക്ക് അവനോടുണ്ടായിരുന്ന പ്രണയത്തെ ഇത്രയും വൈകി തിരിച്ചറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയമായിരുന്നു. പക്ഷെ അവൻ ഞെട്ടിച്ചു കളഞ്ഞു. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴും ഹരി പോസിറ്റീവായാണ് എല്ലാം എടുത്തത്. എൻ്റെയും നിൻ്റെയും ജീവിതം നന്നായി പോകണമെന്ന് മാത്രമേ അവൻ കരുതുന്നുള്ളൂ. പോസിറ്റീവായെന്ന് പറയുമ്പോൾ അവൻ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതു മുതൽ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു തന്നെയാണ് പെരുമാറുന്നത്.